ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ പറയാറുണ്ട്, അത് പോട്ടെ, ഇപ്പം ഏതായാലും പറ്റിയത് പറ്റി. പക്ഷെ ഞാൻ അവരെ ഒരിക്കലും ഒരു ഡെസ്പറേറ്റ് ആക്കാറില്ല, അങ്ങനെ ചെയ്യാറില്ല. തീർച്ചയായിട്ടും കാരണം എൻ്റെ മക്കൾ ഇവന്മാരൊന്നും അച്ചടിച്ച് വിടുന്ന തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഏറ്റവും വിശ്വാസം ഉള്ള ഒരാളാണ്. അമ്മയെന്നുള്ള നിലയിലല്ല, എനിക്കറിയാം. പിന്നെ ആരെന്ത് എഴുതിയാലെന്ത്, അവരുടെയൊക്കെ മക്കളെ അവര് നോക്കട്ടെ, നമ്മുടെ പിള്ളേരെ ഇനി വിട്ടരെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ എന്തെങ്കിലും ഇവർക്കെതിരെ എഴുതുമ്പോ പ്രതികരിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ മുമ്പൊക്കെ ആദ്യമൊക്കെ ചിലപ്പോൾ പ്രതികരിക്കുമായിരുന്നു. ഇപ്പൊ എനിക്ക് രാജുവിന്റെ ഒരു പോളിസിയോടാ ബഹുമാനം. എന്ത് കേട്ടാലും മിണ്ടത്തില്ല. അതാണ് ഇപ്പൊ രാജുവേട്ടൻ കൊണ്ട് നടക്കുന്നത്. ഞാനത് കണ്ടുപഠിക്കുക, എല്ലാം കേട്ടാൽ തീരെ മിണ്ടാതെ നടക്കും. കാരണം എന്തിനാണ് പ്രതികരിക്കുന്നത്? പ്രതികരിച്ചാൽ പിന്നെ എന്താ ഇവരെ എഴുതത്തില്ലേ? പ്രതികരിച്ചാലും എന്തെങ്കിലുമൊക്കെ കുത്തിയിരുന്ന് എഴുതണം തോന്നുന്ന മഹാന്മാരൊക്കെ എന്തെങ്കിലും ചുമ്മാ ഈ 69 വയസ്സായ എന്നെ വിടുന്നില്ല, പിന്നാണോ സിനിമാ താരങ്ങളായ അവരെ അതാ പറയാ. അപ്പൊ പിന്നെ അതൊന്നും ഒരു ഈ രാജുവേട്ടൻ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാർ, അതുപോലെ ഇന്ദ്രൻ ചേട്ടനായാലും ഭയങ്കര ഒരു വെർസറ്റൈൽ ആക്ടർ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അമ്മ എന്ന രീതിക്കല്ല കേട്ടോ, അമ്മ ഒരു നടി എന്ന രീതിക്ക് രണ്ടുപേരും വിലയിരുത്താൻ പറഞ്ഞ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇവൻ നല്ല അടിപൊളിയാന്ന് പറയാം? അല്ല, രണ്ടുപേരും നല്ല നടന്മാരെ. അതിനകത്ത് കാരണം എന്താന്ന് വെച്ചാല്, എനിക്ക് തോന്നുന്നത് രാജുവിന് ആദ്യമൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു കോമഡി ഒട്ടും വഴങ്ങാൻ തോന്നില്ല, സുഹോട്ടൻ്റെ ഒട്ടും സീരിയസ് ആയിട്ടൊക്കെ ഉള്ള സംഭവം. പക്ഷേ ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ അമർ അക്ബർ ആന്റണി വന്നില്ലേ, ഇവനാള് കൊള്ളാം, ഇവൻ ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റും. അതല്ലേ പറഞ്ഞത്. ഇവർ രണ്ടുപേരും കൂടി സീനുണ്ടല്ലേ, പ്രതികാരം നാളെ ചെയ്യാം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ തിയേറ്ററിൽ അങ്ങനെ ചിരിച്ചുപോയി. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ ഇവര് കോമഡിയൊക്കെ വരുമല്ലേ. പിന്നെ അതെ, പിന്നെ അത് കഴിഞ്ഞ് പലയിടത്തും ഇങ്ങനെയൊക്കെയുള്ള സീനുകളില് അങ്ങനെയൊക്കെ അപ്പൊ അത് ഉണ്ട്. പക്ഷെ രാജുവിനെ ആദ്യമേ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ഹീറോ ആയിട്ട് അങ്ങ് പ്രസന്റ് ചെയ്തു നന്ദനത്തില്. അപ്പൊ ആ ട്രാക്കിലൂടെ മാത്രമാണ് രാജു സഞ്ചരിക്കുന്നത്. ഇന്ദ്രൻ അങ്ങനെയല്ല, എല്ലാം ചെയ്യും. ഹീറോ എന്നൊക്കെയുള്ളത് കൂടുതൽ ഇപ്പോഴാ സഹനടന്റെ വേഷവും അത്യാവശ്യം കോമഡി കലർന്ന വേഷങ്ങളും എല്ലാം. പക്ഷെ ഇതിന്റെ നല്ല കുറെ പടങ്ങളുണ്ട്. ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് മറ്റേ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും പറയാം, അസാധ്യ നല്ല പെർഫോമറാണ് ഇന്ദ്രൻ. ഇന്ദ്രനെ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. പക്ഷെ അവൻ ഈ എല്ലാത്തരം വേഷങ്ങളും ചെയ്തത് കൊണ്ടാണ് അവന്റെ അഭിനയത്തിനെ കുറിച്ചൊരു വിലയിരുത്തൽ വരുമ്പോൾ ഏത് പടം പറയണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നത്. സീരിയസ് പറയണോ, കോമഡി പറയണോ? ചിലര് ക്ലാസ്മേറ്റ്സിൽ പടി തൊട്ട് കണ്ടു വെച്ചാൽ എത്ര വെമ്പിള്ളാരെ ചവിട്ടിയ പടിയാണ് അതിനെ കുറിച്ച് പറയുന്നവരുണ്ട്. ചിലര് മറ്റേ സിനിമയിൽ മറ്റേ ആ കഥകളി അത് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പലരും പല പടങ്ങൾ പറയും. രാജു എന്ന് പറയുന്ന ഒരു ഹീറോ കൺസെപ്റ്റാണ് അവനുള്ളത്. രണ്ടുപേരും അവരവരുടെ സത്യം എനിക്കങ്ങനെ രണ്ടുപേരോടും എനിക്ക് ബഹുമാനമാണ്. കാരണം എനിക്ക് കൊടുക്കുന്നത് ഡയറക്ടർമാര് പറയുന്ന പോലെ അഭിനയിക്കാനും ഒക്കെ. പക്ഷെ കുറെ കൂടെ ഈ സിനിമയുടെ ഈ ബോഡിയും കാര്യങ്ങളും അത് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് രാജു. ഇന്ദ്രൻ അങ്ങനെയല്ല, ശ്രദ്ധിക്കത്തില്ല എന്നല്ല. ഇന്ദ്രൻ അടുത്ത പടത്തിനകത്ത് 5 കിലോ 5 അല്ല 6 കിലോ കുറച്ചുകൊണ്ട് വരും.